അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഷ്ഠിച്ചു പോരുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. തെറ്റുകളെ ഒരു മനുഷ്യൻ ജീവിതത്തിൽ നിസ്സാരമായി കാണുമ്പോൾ അത് എത്രമാത്രം ഗൗരവമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞൊരു ഖുത്ബയിൽ സംസാരിച്ചത്. തെറ്റുകളെ നിസ്സാരമാക്കുന്നതിൻ്റെ പ്രശ്നങ്ങളെ സംബന്ധിച്ചും അതുവഴി തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ എത്രത്തോളം അതൊരു തെറ്റാണ് എന്ന് തന്നെ നമുക്ക് തോന്നാത്ത വിധത്തിൽ ജീവിതത്തിന്റെ ഒരു ഭാഗമായി നോർമലായി മാറുമ്പോൾ എന്താണ് ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മിപ്പിച്ചത് എന്നും സലഫുകൾ ആ വിഷയത്തിൽ എന്തൊക്കെ വിഷയങ്ങളാണ് നമ്മളെ ഉണർത്തിയത് എന്നുമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞൊരു ഖുത്ബയിൽ സംസാരിച്ചത്. പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ജീവിതത്തിൽ ചെയ്തു പോകുന്ന തെറ്റുകൾ, അത് ചെറുതാകട്ടെ അത് വലുതാകട്ടെ, നമ്മുടെ കണ്ണിൽ ഗൗരവമുള്ളതാകട്ടെ ഉള്ളതാകാതിരിക്കട്ടെ, രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, കഴിഞ്ഞുപോയതാകട്ടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാകട്ടെ, നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് അറിയാതെ സംഭവിക്കുന്നതാകട്ടെ അറിഞ്ഞുകൊണ്ടാകട്ടെ, ഈ തെറ്റുകളുടെ ഒക്കെ ഒരു പരിണിത ഫലം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയത് അത് നമ്മളെ നരകത്തിലെത്തിക്കും എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞൊരു ഖുത്ബയിൽ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉദ്ധരിച്ചിരുന്നു. എങ്ങനെയാണോ ഒരു മനുഷ്യൻ വിറക് കൊണ്ടുവരുന്നത്, വലിയ ഒരു ജനസമൂഹത്തിലേക്ക് ഒരു ചെറിയ ചുള്ളിക്കമ്പുമായി ഒരു മനുഷ്യൻ വന്നതിൻ്റെ ഒരു ഇമ്പാക്ട്, അതവിടെ ഉണ്ടാക്കിയ ഒരു വ്യത്യാസം. അങ്ങനെ ധാരാളം ആളുകൾ ഒരുപാട് ചുള്ളിക്കമ്പുകളുമായി വന്നപ്പോൾ അവർക്ക് എല്ലാവർക്കും ഭക്ഷണം പാകം ചെയ്യാനുള്ള രൂപത്തിലേക്ക് തീ കൂട്ടാൻ അവർക്ക് വിറക് കിട്ടി. ഇതുപോലെയാണ് പാപങ്ങൾ എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ പാപങ്ങളുടെ ഒക്കെ പരിണിത ഫലങ്ങൾ എന്ന് പറയുന്നത് പാരത്രിക ലോകത്ത് മാത്രം നമുക്ക് അനുഭവിക്കാനുള്ളതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർ ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നതിന് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ആ തെറ്റിന്റെ ഫലങ്ങൾ അവരെ അനുഭവിപ്പിക്കുന്നതാണ് എന്നതാണ് യാഥാർത്ഥ്യം. നോക്കൂ, നമ്മളെല്ലാവരും മനപ്പാഠം പഠിച്ചിട്ടുള്ള ഒരു ദുആ ആണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. എല്ലാ ദിവസവും രാവിലെയും പകല് സമയത്തും വൈകിട്ടുമൊക്കെ ചൊല്ലണമെന്ന് നമ്മൾ പഠിച്ച ദിക്റുകൾ അടങ്ങുന്ന ഒരു ദുആ ആണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാറിന്റെ ദുആകളിലെ പ്രാർത്ഥനകളുടെ നേതാവ് എന്നാണ്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നാണ് ആ ഒരു പ്രാർത്ഥന അറിയപ്പെടുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രാർത്ഥന. അറിഞ്ഞും അറിയാതെയും ഒക്കെ എല്ലാ ദിവസവും പല സമയങ്ങളിലും ആ ദുആ നമ്മളിങ്ങനെ ചൊല്ലുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളെ ഉണർത്തുന്ന ഒരു വിഷയം ആ ദുആയിലുണ്ട്. ആ ദുആ ആരംഭിക്കുന്നത് അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൃഷ്ടാവായി ഞാൻ അംഗീകരിക്കുന്നു. അല്ലാഹുവേ, നീ എന്റെ സൃഷ്ടാവാണ്, നീ എന്റെ റബ്ബാണ്, ഞാൻ നിന്റെ അടിമയാണ് എന്ന ഒരു സമ്മതപത്രം സമർപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ആരംഭിക്കുന്നത്. നിന്നോടുള്ള കരാറുകളൊക്കെ മസ്തതഅതു, കഴിയുന്നത്ര ഞാനത് ജീവിതത്തിൽ പാലിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് നമ്മളിങ്ങനെ ചൊല്ലി വരുന്നത്. തൊട്ടടുത്ത ഭാഗം മുതൽ ഇത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ആണല്ലോ, ഇസ്തിഗ്ഫാറിന്റെ പാപമോചന പ്രാർത്ഥനകളുടെ നേതാവാണ്. തൊട്ടടുത്ത ഭാഗം മുതലാണ് യഥാർത്ഥത്തിൽ തെറ്റുകളെ സംബന്ധിച്ച് ആ ദുആയിൽ പരാമർശിക്കപ്പെടുന്നത്. അതിൽ ഒന്നാമതായി പറഞ്ഞ വിഷയം അഊദു ബിക മിൻ ശർരി മാ സനഅതു എന്നാണ്. അഊദു ബിക മിൻ ശർരി മാ സനഅതു എന്നാണ് അതിന്റെ അർത്ഥം. അഊദു ബിക, ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്നാണ്, ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. മിൻ ശർരി മാ സനഅതു, ഞാൻ ചെയ്തു പോയ തെറ്റുകളുടെ അതിന്റെ ഷെറിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്നാണ്. അപ്പൊ ഞാൻ ചെയ്ത തെറ്റുകൾക്ക് അതിന് ഷെറുകൾ ഉണ്ടാകുമെന്നും ആ ഷെറുകളൊക്കെ എനിക്ക് ബാധിക്കുമെന്ന് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ സമ്മതിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പൊറുക്കലിനെ ചോദിക്കുന്നത്. ഇനി ഇവിടെ ഉദ്ദേശിച്ച ഷെറ് എന്ന് പറയുന്നത് ശർരി മാ സനഅതു, ഞാൻ ചെയ്തതിന്റെ ഷെറുകൾ. ആ ഷെറ് യഥാർത്ഥത്തിൽ പരലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന ശിക്ഷയും നരകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ശിക്ഷയും ഖബറിൽ നമ്മൾ അനുഭവിക്കുന്ന
ശിക്ഷയും മാത്രമല്ല എന്നുള്ളതാണ്. ഈ ദുആ ഉൾപ്പെടുന്ന ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുകയാണ്, ശരി മാ സനഅതു എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത തെറ്റുകളുടെ, നമ്മുടെ പാപങ്ങളുടെ പരിണിത ഫലങ്ങൾ അത് തീരുന്നത് മുതൽ, ആ തെറ്റ് ചെയ്യുന്നതോടുകൂടി അവന്റെ ജീവിതത്തിൽ അതിന്റെ പരിണിത ഫലങ്ങൾ ആരംഭിക്കുകയാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 42-ാം അധ്യായം അതിന്റെ 30-ാമത്തെ ആയത്തിൽ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, നമ്മൾ ആദ്യം ഓതി വെച്ച ആയത്ത്, വമാ അസ്വാബകും മിൻ മുസീബത്തിൻ, നിങ്ങളെ ഒരു കാര്യങ്ങളും ബാധിക്കുന്നില്ല, നിങ്ങൾക്കൊരു പ്രയാസങ്ങളും ഉണ്ടാകുന്നില്ല. മിൻ മുസീബത്തിൻ, നമ്മളെ ഒരു മുസീബത്തും ഒരു ബുദ്ധിമുട്ടും നമ്മളെ ബാധിക്കുന്നില്ല. ഫബിമാ കസബത് ഐദീകും, നിങ്ങളുടെ കൈകൾ എന്താണോ ചെയ്തു വെച്ചത്, നിങ്ങൾ എന്തൊക്കെയാണോ മുൻകൂട്ടി ചെയ്തു വെച്ചത്, കഴിഞ്ഞുപോയി നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു വെച്ചത്, ഫബിമ, അതുകൊണ്ടാണ് അസ്വാബക്കും മിൻ മുസീബത്തിൻ, നിങ്ങളെ ബാധിക്കുന്ന പ്രയാസങ്ങൾ, നിങ്ങൾക്ക് വന്നു ചേരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഫബിമ കസബത് ഐദീകും, നിങ്ങൾ തന്നെ ചെയ്തു വെച്ചതിന്റെ പരിണിത ഫലങ്ങളാണ്, അതിന്റെ ഒക്കെ റിസൾട്ട് ആയിക്കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വയഅഫു അൻ കസീർ, അതിൽ ധാരാളം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾ ഇങ്ങനെ ജീവനോടുകൂടി ഈ ഭൂമിയിൽ ഉള്ളത് എന്ന്. നമുക്കറിയാവുന്ന ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ഒരു അധ്യാപനം തന്നെയാണ്, നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകൾക്കും അല്ലാഹു അപ്പപ്പോ നമ്മളെ ശിക്ഷിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ ഒരു ജീവജാലങ്ങൾ ഒന്നും തന്നെ ബാക്കിയാവുകയില്ല, ഒരൊറ്റ മനുഷ്യനും ഈ ഭൂമിയിൽ ബാക്കിയാവുകയില്ല എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാണ്. അതങ്ങനെ തന്നെ ഇരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്നാൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും നാളെ പരലോകത്ത് മാത്രമാണോ ശിക്ഷ ഉണ്ടാവുക? അല്ല, അതിന്റെ കുറേയൊക്കെ പരിണിത ഫലങ്ങൾ ഈ ഭൂമിയിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന ഒരു യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. കാരണം പറഞ്ഞത് എന്താ? വയഅഫു അൻ കസീർ എന്നാണ്. അതിൽ ധാരാളം അല്ലാഹു പുറത്തു നൽകുന്നുണ്ട്, നിങ്ങളോട് ക്ഷമിക്കുന്നുണ്ട്, നിങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതിൽ പെടാത്ത കുറെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുന്നില്ല, അഥവാ അതിന്റെ ഒക്കെ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. ഇമാം അബ്ദുൽ നാസിർ സഅദി റഹ്മഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയാണ്, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച മുസീബത്ത് എന്ന് പറയുന്നത് ഫീ അബ്ദാനിഹിം, അവരുടെ ശരീരങ്ങളിൽ, വ അംവാലിഹിം, അവരുടെ സമ്പത്തുകളിൽ, വ ഔലാദിഹിം, അവരുടെ സന്താനങ്ങളിൽ, വഫീമാ യുഹിബ്ബൂന വയകൂന അസീസൻ അലൈഹിം, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും നമ്മൾ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന നമ്മുടെ കാര്യങ്ങളും ഒരുപക്ഷെ പല രൂപത്തിലായിരിക്കാം. നമ്മുടെ ഉപജീവനത്തിന്റെ വിഷയമായിരിക്കാം, നമ്മുടെ വീടായിരിക്കാം, നമ്മുടെ വാഹനങ്ങളായിരിക്കാം. അങ്ങനെ അവൻ ഈ ദുനിയാവിൽ ഇഷ്ടപ്പെടുന്ന എന്തൊക്കെ ഉണ്ടോ അതിലൊക്കെ അവന്റെ പാപങ്ങൾ നിമിത്തം, അവന്റെ തെറ്റുകൾ നിമിത്തം അവൻ അതിലൊക്കെ പലതരത്തിലുള്ള ഫലങ്ങൾ, എഫക്റ്റുകൾ അതിലൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന്. അവസാനം എന്താ? ഇല്ലാ ബിസബബി മാ ഖദ്ദമത് ഐദീഹിം മിനശ്ശയ്യിആത്ത്, അവൻ ചെയ്ത സയ്യിആത്തുകൾ, മോശപ്പെട്ട പ്രവർത്തനങ്ങൾ, അത് എന്തുമാകാം, വൻ പാപങ്ങൾ തന്നെ ആകണമെന്നില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞൊരു ഖുത്ബയിൽ ഇതിന്റെ ഒരു ആമുഖം എന്നോണം നമ്മൾ പക്ഷെ വൻ പാപങ്ങളെ മാത്രം ജീവിതത്തിൽ ശ്രദ്ധിക്കുന്ന ഒരാളായി മാറുന്നതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. നമ്മൾ ചെയ്യുന്ന ചെറിയ തിന്മകൾ പലപ്പോഴും തിന്മകളാണ് എന്ന ഒരു ബോധം തന്നെ ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. നമ്മുടെ ശരീരങ്ങളിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ അനുഭവിക്കുന്ന പല ശാരീരികമായ പ്രയാസങ്ങളും, നമുക്ക് വന്നു ചേരുന്ന പല രോഗങ്ങളും, നമുക്ക് അനുഭവപ്പെടുന്ന പല വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ ബിശ്ശയ്യിആത്ത് ബിമാ കസബത് ഐദീകും, നിങ്ങൾ തന്നെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത തെറ്റുകളുടെ ഫലമായി കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ബി അംവാലിഹിം, നിങ്ങളുടെ സമ്പത്തുകളിൽ, നമ്മുടെ സമ്പത്തുകളിലും നമ്മുടെ ഉപജീവനങ്ങളിലും നമ്മുടെ ഭവനങ്ങളിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന എല്ലാത്തിലും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കാരണം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ്. പലപ്പോഴും നമ്മളതൊന്നും തിരിച്ചറിയാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം സൂറത്തുൽ നഹ്ലിന്റെ 112-ാമത്തെ ആയത്തിൽ നമ്മളെ ഒരു സമൂഹത്തെ സംബന്ധിച്ച് ഉണർത്തുകയാണ്.
ഏറെ പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള പരിശുദ്ധ ഖുർആനിലെ ഒരായത്താണ്. നോക്കൂ, വദറബല്ലാഹു മസലൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ഉപമ പറഞ്ഞു തരാം. എന്തിനാ? നമ്മളെ പഠിപ്പിക്കാൻ, നമ്മൾ മനസ്സിലാക്കാൻ. വദറബല്ലാഹു മസലൻ ഖറിയതൻ, ഒരു സമൂഹത്തെ സംബന്ധിച്ച്, ഖറിയതൻ ഒരു നാട്ടുകാരെ സംബന്ധിച്ച്, മക്കയിലെ ആളുകളെ സംബന്ധിച്ചാണ് ആയത്തിന്റെ തഫ്സീറിനുണ്ട്. കാനത് ആമിനതൻ മുത്മഇന്നതൻ, ആ ജനത എന്ന് പറയുന്നത് കാനത് ആമിനതൻ, നിർഭയത്വം ഉണ്ടായിരുന്ന ഒരു നാടാണ്. ആളുകൾ നിർഭയരായിരുന്നു, അവരങ്ങനെ പേടിക്കാതെ ജീവിച്ച വ്യക്തികളായിരുന്നു ആ നാട്ടിലുണ്ടായിരുന്നു. മുത്മഇന്നതൻ, ശാന്തിയുടെ സമാധാനത്തിന്റെ ഒരു കാലമായിരുന്നു ആ ജനങ്ങൾക്കുണ്ടായിരുന്നു. അഥവാ അവിടെ ജീവിച്ചിരുന്ന ആളുകൾ നിർഭയത്വത്തോടുകൂടി, സമാധാനത്തോടുകൂടി, ശാന്തിയോടുകൂടി അവിടെ ജീവിച്ചിരുന്നു. യഅ്തിഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാൻ, എല്ലാ മക്കാനുകളിൽ നിന്നും, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അവർക്ക് ആവശ്യമുള്ള റിസ്ഖുകൾ, അവരുടെ ഉപജീവനം, അവിടെ നിർഭയത്വം, അവിടെ ശാന്തിയും സമാധാനവും, അതുപോലെ അവിടെയുള്ള ആളുകൾക്ക് ജീവിക്കാൻ അല്ലലില്ലാതെ, പ്രയാസങ്ങളില്ലാതെ ജീവിക്കാൻ അവർക്ക് വന്നിരുന്നു റിസ്ഖുൻ, എല്ലാ ഭാഗത്തു നിന്നും അവർക്ക് ഉപജീവനങ്ങളെ, തോട്ടങ്ങളുടെ രൂപത്തിലാണെങ്കിലും കച്ചവടങ്ങളുടെ രൂപത്തിലാണെങ്കിലും ദൂരസ്ഥലങ്ങളിലേക്ക് പോയി യാത്ര ചെയ്തു കൊണ്ടുവരാൻ അതൊരു വലിയ ഹബ്ബായി മാറി. കാരണം ആളുകൾ ധാരാളമായിക്കൊണ്ട് അവിടെ വന്നു പോകുന്നു, ആളുകൾ ധാരാളമായിക്കൊണ്ട് അവിടെ യാത്ര ചെയ്യുന്നു, അവിടെ തങ്ങുന്നു. അതൊക്കെ കച്ചവടത്തിന്റെ വലിയ ഒരു ഏരിയയായി അത് മാറി. അങ്ങനെ ആ രൂപത്തിൽ അവർക്ക് റിസ്ക് കൊണ്ടും, എല്ലാ ഭാഗത്തു നിന്നുള്ള റിസ്ക് കൊണ്ടും, ശാന്തിയും സമാധാനവും നിർഭയത്വം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാടിനെ അനുഗ്രഹിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫകഫറത് ബിഅൻഉമില്ലാഹ്, ഫകഫറത് ബിഅൻഉമില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്തുകളിൽ അവർ കുഫർ കാണിച്ചു എന്നാണ്. ഇവിടെ കുഫർ എന്ന് ഉദ്ദേശിച്ചത് സത്യനിഷേധത്തെ അല്ല. കുഫറിനെ പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ഒക്കെ രണ്ട് രൂപത്തിൽ പറയാറുണ്ട്. കുഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിഷേധിക്കുക, അതിനോട് തിരിഞ്ഞു കളയുക എന്നൊരു അർത്ഥവുമുണ്ട്. അതുപോലെ ഒരാൾ കാഫിറാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സത്യത്തെ നിഷേധിക്കുക, ഖുർആനിനെ നിഷേധിക്കുക, ഇസ്ലാമിന്റെ ആശയങ്ങളെ നിഷേധിക്കുക, അള്ളാഹുവിനെ നിഷേധിക്കുക എന്നുള്ള അർത്ഥത്തിലും കുഫറിനെ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ കുഫറിനെ ഉപയോഗിച്ചത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളോട് നന്ദി കാണിക്കാതിരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അതാണ് ഫകഫറത് ബിഅൻഉമില്ലാഹ്, അള്ളാഹു നൽകിയ നിഅമത്തുകളിൽ അവരെന്ത് ചെയ്തു? ഫകഫറത്, അവര് അതിന് നന്ദി കാണിച്ചില്ല എന്നാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഫഅദാഖഹല്ലാഹ്, അള്ളാഹു അവരെ രുചിപ്പിച്ചു എന്നാണ്, അവരെ ആസ്വദിപ്പിച്ചു. എന്ത്? ലിബാസൽ ജൂ, വിശപ്പിന്റെ വസ്ത്രം എന്നാണ്. നോക്ക, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രയോഗം നോക്ക. ഒന്നാമതായി അവിടെ പറഞ്ഞത് എന്താ? അവർക്ക് നിർഭയത്വമുണ്ട്, അവർക്ക് അവിടെ റിസ്ഖുണ്ട്, അവർക്ക് എല്ലാ വിഷയങ്ങളും ഉണ്ട്. എന്നാലോ അവരെപ്പോഴാണോ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് ആ ജനത നന്ദി കാണിക്കാതിരുന്നത്, ആ സമയത്ത് ലിബാസൽ ജൂ, വിശപ്പിന്റെ വസ്ത്രം അവരെ ധരിപ്പിച്ചു എന്നാണ്. വൽ ഖൗഫ്, ഭയത്തിന്റെ, കാരണം അവിടെ എന്തുണ്ടായിരുന്നത്? നിർഭയത്വമാണ് ഉണ്ടായിരുന്നത്. വൽ ഖൗഫ്, അതെന്തായി മാറി? അവര് പേടിച്ച് ജീവിക്കുന്ന ഒരു ജനതയായി മാറി. ബിമാ കാനൂ യസ്നഊൻ, അത് വേറൊന്നും കൊണ്ടല്ല, വേറൊന്നും കൊണ്ടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ ഇവരങ്ങ് ശിക്ഷിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടല്ല, അള്ളാഹു അവരോടൊരു അനീതി കാണിച്ചതല്ല. നല്ല സമാധാനമായി പോയിക്കൊണ്ടിരുന്ന ഒരു ജനത, നല്ല സന്തോഷത്തിൽ ആസ്വദിച്ച് ജീവിച്ചിരുന്ന, റിസ്ക്കുമായൊക്കെ ജീവിച്ചിരുന്ന ജനത, ആ ജനതയെ അള്ളാഹു വെറുതെ ശിക്ഷിക്കുന്നു അല്ല. അതാണ് ആയത്തിന്റെ അവസാനമുള്ളത്, ബിമാ കാനൂ യസ്നഊൻ, അവർ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതിരുന്നത് കൊണ്ട്, അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചത് കൊണ്ട് അല്ല. ഫകഫറത് ബിഅൻഉമില്ലാഹ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, എന്തെല്ലാം അനുഗ്രഹങ്ങളുടെ കൂമ്പാരങ്ങൾക്ക് നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തെല്ലാം അനുഗ്രഹങ്ങൾ, എന്തെല്ലാം അനുഗ്രഹങ്ങൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത. നിങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളൊന്ന് എണ്ണി നോക്കി, ലാ തുഹ്സുഹ, നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര അനുഗ്രഹങ്ങളാണ്. അത്രമേൽ അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. നിർഭയത്വമുണ്ട്, നമുക്ക് ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ട്. പക്ഷേ എവിടെയാണോ നമുക്ക് ശാന്തി ഇല്ലാത്തത്, എവിടെയാണോ നമുക്ക് സമാധാനമില്ലാത്തത്, അത് മാത്രം നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുവായി, നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കും നേരെ കണ്ണടക്കുന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളത് എങ്കിൽ ബിമാ കാനൂ യസ്നഊൻ, ആ ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണോ വിശപ്പിന്റെ വസ്ത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ധരിപ്പിച്ചത്, എങ്ങനെയാണോ അവരെ വിശപ്പ് കൊണ്ടും
പേടി കൊണ്ടും അവരുടെ നിർഭയത്വം അള്ളാഹു നീക്കിക്കളഞ്ഞത്, അതുപോലെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന ആളുകളായി നമ്മൾ മാറും. അതുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചുകൊണ്ട് ജീവിതത്തിൽ പല തിന്മകളെയും കൊണ്ടുവന്നുകൊണ്ട് അതിനെയൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അതൊന്നും ഒരു തെറ്റല്ല എന്ന ഭാവത്തിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ അതിന്റെ ഒക്കെ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരിക ഒരു പക്ഷേ നമ്മുടെ ശരീരങ്ങൾ മാത്രമാകണമെന്നില്ല. നമ്മുടെ വീട്ടിൽ അതിന്റെ പ്രയാസങ്ങൾ ഉണ്ടാകും, നമ്മുടെ മക്കളിൽ അതിന്റെ പ്രയാസങ്ങൾ ഉണ്ടാകും, അതുപോലെ നമ്മുടെ രിസുക്കിന്റെ വിഷയത്തിലൊക്കെ അതുപോലെ തന്നെ പ്രയാസങ്ങൾ ഉണ്ടാകും. നമ്മൾ അറിയുന്നില്ല. നമുക്ക് രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ, നമ്മുടെ മക്കൾക്ക് പ്രയാസമുണ്ടാകും, നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ, നമ്മുടെ സമ്പത്തിന്റെ വിഷയത്തിൽ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയാ, യമുദ്ദു യദൈഹി ഇലസ്സമാ, ആകാശത്തേക്ക് കൈയുയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ, അവൻ യാ റബ്ബി എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ. അവൻ അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യല്ല, അവൻ അള്ളാഹു അല്ലാത്ത ആളുകളുടെ ഖബറിങ്കൽ പോയി പ്രാർത്ഥിക്കല്ല, അവൻ അള്ളാഹു അല്ലാത്ത ആളുകളോട് നേർച്ച വഴിപാടുകൾ അർപ്പിക്കല്ല. അവൻ യാ റബ്ബി എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ, വമത്അമുഹു ഹറാം, അവൻ തിന്നുന്നത് ഹറാം, വമശ്റബുഹു ഹറാം, അവൻ കുടിക്കുന്നത് ഹറാം, വമൽബസുഹു ഹറാം, അവൻ ധരിക്കുന്നത് ഹറാം, വഗുദിയ ബിൽ ഹറാം, എല്ലാം ഹറാം. അവൻ വളർന്നു വന്നതേ ഹറാമിൽ, അവൻ ജീവിതത്തിൽ ഹറാം നോക്കാത്തവൻ. എന്നിട്ട് അള്ളാഹു അവന് ഉത്തരം നൽകണം എന്ന് അവൻ ആഗ്രഹിക്കുകയാണോ എന്ന്. അവന്റെ പല പ്രയാസങ്ങളും ഉണ്ടായതെങ്ങനെ? അവൻ ജീവിതത്തിൽ ഹറാമ് ചെയ്തിട്ടാണ്. അവന്റെ സമ്പത്ത് ഹലാൽ അല്ലാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ അവൻ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. അതേ അവൻ അള്ളാഹിനോട് പറയും, ഈ പ്രയാസം റബ്ബേ നീക്കി തരണേ എന്ന്. എന്നാൽ ഹറാം അവന്റെ ജീവിതത്തിൽ നിന്ന് നീക്കാൻ അവൻ തയ്യാറല്ല എങ്കിൽ നമ്മുടെ ദുആകളൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് നമ്മൾ. നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല. ഞാൻ എത്ര കാലമായി പ്രാർത്ഥിക്കും, ഞാൻ എത്ര കാലമായി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി സുജൂദുകളിൽ പ്രാർത്ഥിക്കുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെ ഈ പ്രയാസം നീക്കിയില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടുന്നവരാണ് എങ്കിൽ ഒരു വേള ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോട്ടമാണ് വേണ്ടത്. അവിടെ അള്ളാഹിനെ കുറ്റപ്പെടുത്തി അള്ളാഹ് എനിക്ക് ദുആക്ക് ഉത്തരം നൽകിയില്ല, ഞാൻ എത്ര റമദാനുകളിൽ പ്രാർത്ഥിച്ചു, അതല്ല. ഒരു പക്ഷെ ജീവിതത്തിൽ ഒരു വേള ഒരു തിരിഞ്ഞുനോട്ടമാണ് യഥാർത്ഥത്തിൽ നമ്മൾ മിസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ആദ്യം വിശദീകരിച്ച ഒരു ആയത്തിൽ പറഞ്ഞത്, നിങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തു വെക്കുന്നോ അതിന്റെ ഒക്കെ ഫലങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ രിസ്ക്കിന് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ചെയ്ത 1000കണക്കിന് തെറ്റുകളുടെ ഫലമായിക്കൊണ്ടാണ് നമ്മുടെ രിസ്ക്കിൽ അള്ളാഹു ഒരു പ്രയാസം, ഒരു ഞെരുക്കം ഉണ്ടാക്കിയിട്ടുള്ളത് എങ്കിൽ ആ പ്രാർത്ഥന കൊണ്ട് സഹോദരങ്ങളെ എന്ത് ഫലമാണുള്ളത്? അതുകൊണ്ട് ജീവിതത്തിൽ പരമാവധി തിന്മകളെ ഒഴിവാക്കിക്കൊണ്ട് അതിന് തിന്മകളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും ആ തിന്മകളെ തിരിച്ചറിയാതെ പോകുന്നതാണ് പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്തെ കാരണമാണ് ആ തിന്മകളെ തിരിച്ചറിഞ്ഞാലും അത് ചെറുതല്ലേ, അത് നിസ്സാരമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു വിഷയം. ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇന്ന റജുല, ഒരു മനുഷ്യന് തീർച്ചയായും ലയുഹ്റമു റിസ്ഖ ബിദ്ദംബി യുസീബഹു, ലയുഹ്റമു റിസ്ഖ്, അല്ലാഹു അവന്റെ റിസ്ക് ഹറാമാക്കുന്നാണ്, തടഞ്ഞു വെക്കുന്നതാണ്. അവൻ എത്ര കഷ്ടപ്പെട്ടാലും, അവൻ എത്ര പാടുപെട്ടാലും, അവനവന്റെ ബിസിനസ്സിനെ എത്ര കണ്ട് വളർത്തിക്കൊണ്ടുവരാൻ നോക്കിയാലും, അവൻ എത്ര കണ്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താലും, എത്ര കണ്ട് അഡ്വർടൈസ്മെന്റ് ചെയ്താലും, എത്ര കണ്ട് ആ ബിസിനസ്സിന് വേണ്ടി കഷ്ടപ്പെട്ട് ഓടി നടന്നാലും ലയുഹ്റമു റിസ്ഖ്, അള്ളാഹു അതിനെ തടയുക തന്നെ ചെയ്യും. ലയുഹ്റമു റിസ്ഖ്, തടയുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തുകൊണ്ട്? ബിദ്ദംബി യുസീബ, അവൻ ചെയ്തു വെച്ച പാപങ്ങൾ നിമിത്തം. നമ്മൾ നമ്മുടെ മുൻകാലങ്ങളിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടാകും, ഒരുപാട് തെറ്റുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടാകും. അതിനൊക്കെ ആത്മാർത്ഥമായി നമ്മളൊക്കെ അള്ളാഹുവിനോട് തൗബ നടത്തിയിട്ടുണ്ടോ എന്നത് വലിയ ഒരു ചോദ്യചിഹ്നമാണ്. നമ്മൾ കുറെ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതൊക്കെ അല്ലാഹ് പുറത്തു വന്നിട്ടുണ്ടാകണം. ഞാൻ കുറെ നമസ്കരിച്ചിട്ടൊക്കെ ഉണ്ട്, അപ്പൊ എല്ലാ നമസ്കാരങ്ങളും കൊണ്ട് പാപങ്ങളൊക്കെ പുറത്തു കൊടുത്ത് തന്നിട്ടുണ്ടാകും. അങ്ങനെ നമ്മളിങ്ങനെ, ഞാൻ കുറെ നോമ്പെടുത്തിട്ടുണ്ട്, ഞാൻ കുറെ നമസ്കരിച്ചിട്ടുണ്ട്, ഞാൻ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പൊ അള്ളാഹ് എന്റെ പാപങ്ങളൊക്കെ പുറത്തു തന്നിട്ടില്ലേ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിരിക്കുകയാണ് എങ്കിൽ ആ തൗബക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു എന്നതിന് എന്ത് അടയാളമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? നമുക്ക് നിങ്ങൾ ആ തെറ്റുകളൊക്കെ ജീവിതത്തിൽ ആവർത്തിക്കുന്ന ആളുകളാണ് എങ്കിൽ അള്ളാഹുവിന്റെ നേരെ കൈകൾ നീട്ടിക്കൊണ്ട്, അള്ളാഹുവെ എന്റെ പ്രയാസത്തെ നീ നീക്കി തരണേ എന്ന പ്രാർത്ഥനയ്ക്ക്
എന്ത് ഫലമാണ് സഹോദരങ്ങൾ ഉണ്ടാവുക? ആലോചിക്കേണ്ടത് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് യഥാർത്ഥത്തിൽ നൽകുന്ന ഒരു അനുഗ്രഹം കൂടിയാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ഈ പ്രയാസങ്ങളൊക്കെ. നോക്കൂ, 7-ാം അധ്യായം സൂറത്തുൽ അറാഫിന്റെ 130-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വലഖദ് അഖദ്നാ ആല ഫിർഔൻ, ഫിർഔനിന്റെ ആളുകളെ, ഫിർഔനെയും ആളുകളെയും വലഖദ് അഖദ്നാ, നാം അവരെ പിടികൂടി, നാം അവരെ പ്രയാസപ്പെടുത്തി, ബിസ്സിനീൻ, വർഷങ്ങളോളം അവർക്ക് വരൾച്ച ബാധിച്ചു, അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായി, വർഷങ്ങളോളം അവർക്ക് വരൾച്ച ബാധിച്ചു. വനഖ്സിൻ മിനസ് സമറാത്ത്, അവരുടെ കൃഷികളിൽ നാശങ്ങൾ ഉണ്ടായി, അവരുടെ റിസ്കിന് പ്രയാസപ്പെട്ടു, അവർക്ക് വെള്ളത്തിന് പ്രയാസം അനുഭവിക്കേണ്ടി വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തെങ്ങനെ അവസാനിപ്പിച്ചെന്നറിയോ? ലഅല്ലഹും യദ്ദക്കറൂൻ, അവരൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. അവര് തെറ്റിലാണ്, അവര് ബുദ്ധിമുട്ടിലായത് അവരുടെ തെറ്റ് നിമിത്തമാണ് എന്ന് ലഅല്ലഹും യദ്ദക്കറൂൻ, അവരൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആയത്തിന്റെ തഫ്സീറിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇമാം തബരി റഹ്മഹുല്ലാഹ് പറയാ, ലഅല്ലഹും യദ്ദറഊൻ, അവരൊന്ന് വിനയാന്വിതരായിക്കൊണ്ട് എനിക്ക് തെറ്റ് സംഭവിച്ചല്ലോ എന്നൊന്ന് തിരിച്ചറിയാൻ വേണ്ടി കൂടിയാണ് അത് എന്ന്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അത് കാരണം അള്ളാഹു നമ്മളെ പലതും ബാധിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യണത്? നമ്മുടെ തെറ്റുകൾ കാരണമാണ് ബിമാ കസബത് ഐദീകും എന്നൊരു ഭാഗം തന്നെ നമ്മൾ ചിന്തിക്കാറില്ല. നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കും, അള്ളാഹു ഈ പ്രയാസം നീക്കി തരണേ. യഥാർത്ഥത്തിൽ നമ്മളെ അത് അള്ളാഹു ബാധിപ്പിച്ചത് എന്തിനാ? ലഅല്ലഹും യദ്ദക്കറൂൻ. തുടർന്നുകൊണ്ട് ഇമാം ശഅദി റഹ്മഹുല്ലാഹ് ആയത്തിന്റെ തഫ്സീറിൽ നമ്മളെ പഠിപ്പിക്കുക, യത്തഇദൂന അന്നമാ ഹല്ല ബിഹിം വഅസ്വാബഹും. നമ്മളൊന്നത് മനസ്സിലാക്കണ്ടേ, നമ്മുടെ ജീവിതത്തിൽ പലതും ഉണ്ട്, പാടില്ലാത്ത പലതും, നമ്മുടെ സമ്പത്തിൽ പലപ്പോഴും പലിശ കയറി വരുന്ന പല മേഖലകളും ഉണ്ട് എന്ന കാര്യം നമ്മളൊന്ന് തിരിച്ചറിയണ്ടേ. നമ്മളൊന്നൊരു വേള നമ്മുടെ പ്രയാസങ്ങൾ ഒരുപാടാണ്, ബുദ്ധിമുട്ടുകൾ ഒരുപാടാണ്, മാനസിക വിഷമങ്ങളുണ്ട്. ഒരു വേള ഇരുന്നൊന്ന് ചിന്തിക്കാൻ, എന്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ഞാൻ അറിയാതെ ചെയ്ത എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എന്റെ ജീവിതത്തിൽ? അതൊക്കെ ഇരുന്നൊന്ന് പഠിക്കാൻ, അതൊക്കെ തെറ്റുകളാണ് എന്നൊന്ന് മനസ്സിലാക്കാൻ, അതൊക്കെ കാരണമായിരിക്കും ഒരു വേള അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ പരീക്ഷിക്കുന്നത് എന്നൊന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ. എന്നിട്ടോ വഅസ്വാബഹും മുആതബത്തും മിനല്ലാഹി ലഹും, അതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള ഒരു പ്രതികരണമാണ് എന്ന് നമുക്കറിയാൻ. അള്ളാഹു നമ്മളെ അത് മനസ്സിലാക്കി തരാൻ. തെറ്റാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് അവിടെ സമ്പത്തിൽ നിങ്ങൾക്കൊരു ബർക്കത്ത് ലഭിക്കാത്തത്, അതാണ് നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിലെ പല തടസ്സങ്ങൾക്കും കാരണം അതാണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ. ലഅല്ലഹും യദ്ദക്കറൂൻ. പക്ഷെ നമ്മൾ തെറ്റുകളിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ലാതെ, നമ്മുടെ തെറ്റുകളെ ഒന്നും ഒഴിവാക്കാതെ, നമ്മൾ ഈ സൈനുകളും ഈ അലാമത്തുകളും അടയാളങ്ങളും ഒന്നും തിരിച്ചറിയാതെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രയാസമാണ്, ഇതൊക്കെ അള്ളാഹ് എന്നെ പരീക്ഷിക്കുന്നതാണ്, ഇതൊക്കെ നാളെ എനിക്ക് കൂലി കിട്ടും. അല്ല, ഒരു വേള നമ്മുടെ തെറ്റുകൾക്കുള്ളതാണ്, അതിന്റെ ഫലങ്ങളാണ് ഒരുപക്ഷെ നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിലും. നോക്ക, നമ്മളിപ്പോ ഓതി അവസാനിപ്പിച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ്, വദ്രിബ് ലഹും മസലർ റജുലൈൻ, വായിച്ചു പഠിച്ച ആളുകളാണ്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഇങ്ങനെ വായിച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവിടെ ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നൽകി, അവരുടെ തോട്ടങ്ങളിലൂടെയും എല്ലാ രൂപത്തിലും. ജന്നതൈനി മിൻ അനാബിൻ വനഖീലിൻ മിൻ അനാബ് വഖഫഫ്നാഹുമാ ബിനഖ്ലിൻ വജഅൽനാ ബൈനഹുമാ സുറ. എല്ലാ തരത്തിലുമുള്ള അനുഗ്രഹങ്ങൾ ഒരു മനുഷ്യന് അല്ലാഹു നൽകി. പക്ഷെ അയാൾ എന്ത് ചെയ്തു? അയാൾ അഹങ്കരിച്ചു. അയാളുടെ സഹോദരൻ അയാളോട് ചോദിക്കുന്നുണ്ട്, ദഖൽത ജന്നതക ഖുൽത മാ ഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, എന്നൊന്ന് പറഞ്ഞുകൂടെ നിനക്ക്? നിന്റെ തോട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമാണ്, അതിന് നന്ദി കാണിക്കുന്ന രൂപത്തിൽ ഖുൽത മാ ഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മളുണ്ടോ നമ്മുടെ കടയുടെ ഷട്ടർ തുറക്കുമ്പോ മാ ഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയൽ? നമ്മളെല്ലാ വെള്ളിയാഴ്ചയും ഈ സൂറത്ത് ഓതും, പക്ഷെ ഈ സൂറത്തിന്റെ പ്രാവർത്തികമായ രംഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ കടകളിലേക്ക്, നമ്മുടെ കച്ചവട സ്ഥലങ്ങളിലേക്ക് ചെന്ന് കയറുമ്പോ മാ ഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയലുണ്ടോ? ഇല്ല എങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് ആ രൂപത്തിൽ നന്ദി കാണിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അവസാനം എന്താണ് സംഭവിച്ചത്? നമ്മൾ ഓതി അവസാനിപ്പിച്ച അയാളുടെ തോട്ടങ്ങളെല്ലാം നശിച്ചു പോയി. അപ്പൊ അയാൾ ആഗ്രഹിച്ചു, ആലോചിച്ചു, ഞാൻ അള്ളാഹുവിൽ ശിർക്ക് ചെയ്യാത്ത, അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ഒരു അടിമയായിരുന്നു എങ്കിൽ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിൽ നിന്നും സ്വഹീഹായ ഒരു അസറിൽ ഉദ്ധരിക്കപ്പെടാൻ, ഇന്നി ലഅസി അഅസി ഇന്നി ലഅസി, ഞാൻ എന്തെങ്കിലും ഒരു അനുസരണക്കേട് അള്ളാഹുവിനോട് കാണിച്ചാൽ,
ഞാൻ എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ഒന്ന് ചെയ്താൽ, അങ്ങനെയാണെങ്കിൽ അത് അപ്പൊ തന്നെ ഞാൻ എന്ത് ചെയ്യും? എന്റെ വാഹനങ്ങളിൽ അതിന്റെ പ്രതിഫലനം ഞാൻ കാണും, ഞാൻ തിരിച്ചറിയും. വഖാദിമി, എന്റെ പരിചാരകളിൽ, എന്റെ ജോലിക്കാരിൽ ആ വ്യത്യാസങ്ങൾ ഞാൻ തിരിച്ചറിയും. വംറഅതി, എന്റെ ഭാര്യയുടെ പെരുമാറ്റത്തിൽ ഞാനത് തിരിച്ചറിയും. വഫഅരി ബൈതി, എന്റെ വീട്ടിലെ എലിയിൽ പോലും ഞാൻ അടയാളം കാണുന്നുണ്ട്. നോക്കൂ, മഹാന്മാരായ ആളുകൾ ജീവിതത്തിൽ അവരെന്തെങ്കിലും അള്ളാഹുവിനോട് ഒരു ചെറിയ നന്ദികേട് കാണിച്ചാൽ, ചെറിയൊരു തെറ്റ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ, ഒരു അബദ്ധം സംഭവിച്ചാൽ അവരതിന്റെ അടയാളങ്ങൾ തിരിച്ചറിയുമായിരുന്നു എന്ന്. അവരുടെ ഭാര്യമാരുടെ പെരുമാറ്റങ്ങളിൽ, വീട്ടിലെ വഴക്കാണ്, പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, വലിയ ബുദ്ധിമുട്ടാണ്. മഹാന്മാരായ ആളുകൾ പറയാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ആ രൂപത്തിൽ ഞാൻ അള്ളാഹുവിനോട് എന്തെങ്കിലും ഒരു അനുസരണക്കേട് കാണിച്ചാൽ എന്റെ ഭാര്യയുടെ പെരുമാറ്റത്തിൽ അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ തിരിച്ചറിയുമായിരുന്നു. ഞാനത് അറിയും, മനസ്സിലാക്കും. ഞാൻ എന്റെ വീട്ടിലെ എലിയിൽ പോലും, എന്റെ വീട്ടിലെ ഓരോ മുക്കും മൂലയിലും ഞാൻ ചെയ്ത ആ അബദ്ധത്തിന്റെ പ്രതിഫലനങ്ങൾ പല രംഗങ്ങളിലും ഞാനത് തിരിച്ചറിയുമായിരുന്നു എന്ന്. സഹോദരങ്ങളെ, ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ അബദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തിരിച്ചറിയാതെ, അതിനൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട്, അതിനൊക്കെ നമ്മൾ ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ അതൊക്കെ ഓക്കെയാണ് എന്ന ഒരു മനോഭാവത്തിലാണ് നമ്മൾ മുന്നോട്ട് നമ്മുടെ ജീവിതം നയിക്കുന്നത് എങ്കിൽ, ജീവിതത്തിൽ ഒരിക്കലും പ്രയാസങ്ങളെ വിട്ടിട്ട് ഒരിക്കലും നമുക്കതിന് നേരമുണ്ടാകില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം. അതുകൊണ്ട് ജീവിതത്തിൽ പരമാവധി തെറ്റുകളിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട്, തെറ്റുകളെ മനസ്സിലാക്കിക്കൊണ്ട്, നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ കച്ചവട മേഖലയിൽ നമ്മൾ പല ഹറാമുകളും കടന്നുകൂടുന്നുണ്ട് എങ്കിൽ, ഇതൊക്കെ പലപ്പോഴും നമുക്കറിയാം, അതൊക്കെ തെറ്റ് തന്നെയാണ്. പലപ്പോഴും നമ്മൾ അതിന്റെ നേരെ കണ്ണടക്കുകയാണ്. നമ്മുടെ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമസ്കാരത്തെ ഒഴിവാക്കുന്നവരാണ് എങ്കിൽ ആ ജോലിയിൽ എന്ത് ബർക്കത്താണ് അല്ലാഹുവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. നമ്മുടെ ജോലിക്ക് വേണ്ടി നമ്മൾ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഇബാദത്തുകളും ഒക്കെ ഒഴിവാക്കി നിർത്തുന്ന ആളുകളാണ് എങ്കിൽ, നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടി പല ഹറാമുകളെയും കുടുംബത്തിലേക്ക് കയറ്റിക്കൂട്ടുന്ന ആളുകളാണ് നമ്മളെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ എന്ത് ബർക്കത്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? നമ്മുടെ ജോലിയിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഈ ആരോഗ്യം കൊണ്ട് നമ്മൾ ഹറാമ് പ്രവർത്തിക്കുന്ന ആളാണ് എങ്കിൽ, നമ്മുടെ ഈ കണ്ണുകൊണ്ട് ഹറാമ് കാണുന്ന ഒരാളാണ് നമ്മളെങ്കിൽ, ആ കണ്ണിൽ എന്ത് ബർക്കത്താണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുക? നമ്മുടെ ചെവി കൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട് പരദൂഷണം പറയുന്ന ആളുകളാണ് നമ്മളെങ്കിൽ, നമ്മുടെ സഹോദരന്റെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അവന്റെ അഭാവത്തിൽ സംസാരിക്കുന്ന ആളാണ് നമ്മളെങ്കിൽ, ആ നാവിൽ എന്ത് ബർക്കത്താണ് അല്ലാഹുവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അത് നിമിത്തം ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ അല്ലാഹുവിനോട് ആ പ്രയാസങ്ങളെ നീക്കിത്തരണേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് എന്തർത്ഥമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? അതുകൊണ്ട് ജീവിതത്തിൽ പരമാവധി തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്ന ആളായി നമ്മൾ മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.